വലിയ സന്തോഷം. അത് മാത്രമല്ല, മക്കളോട് പറയേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഡാൻസ് ചെയ്യുമ്പോൾ പഠിച്ചാൽ മാത്രം മതിയോ നമുക്ക്? ഞാൻ മേജിക്കാരൻ മാത്രമല്ല കേട്ടോ. ഞാൻ മേപ്പയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ, വലിയ സ്കൂളുണ്ട്, 4000 കുട്ടികൾ പഠിക്കുന്ന ഒരു പൊതുവിദ്യാലയം, ഗവൺമെന്റ് സ്കൂളാണ്. ആ സ്കൂളിലെ +2 മാഷും കൂടിയാണ് കേട്ടോ. അപ്പൊ എനിക്കറിയാം, കുട്ടികളുടെ മുഖമൊക്കെ വാടിപ്പോവുക, കുട്ടികളുടെ കണ്ണിലെ തിളക്കം പോയി പോവുക എന്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലാണ്. ഫിസിക്സിന്റെയും കെമിസ്ട്രിന്റെയും ക്ലാസ്സിൽ കുട്ടികൾ യൂണിഫോം ഒക്കെ ഇങ്ങനെ ഇരിക്കും. പക്ഷെ കലോത്സവം ഉണ്ടാവുമ്പോ, സ്പോർട്സ് ഉണ്ടാവുമ്പോ ഇപ്പൊ അതിനോടൊന്നും വലിയ താല്പര്യം ഇല്ല കേട്ടോ. ഇപ്പൊ അവരുടെ താല്പര്യം DJ പാർട്ടി ഉണ്ടാവുമ്പോ, അല്ലേ, അല്ലെങ്കിൽ സെൻഡ് ഓഫ് പാർട്ടി ഉണ്ടാവുമ്പോ, അവരുടേതായ ആഘോഷങ്ങൾ ഉണ്ടാവുമ്പോ അവരുടെ മുഖമൊക്കെ എന്ത് തിളക്കാ, കണ്ണിനൊക്കെ എന്ത് തിളക്കാന്നറിയാമോ? അല്ലെങ്കിൽ മേപ്പയൂർ സ്കൂൾ ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടുന്ന ഒരു അനൗൺസ്മെന്റ് ഏതാണെന്നറിയാമോ? എനിക്ക് തോന്നുന്നു അതിന് മാത്രമേ മാറ്റമില്ലാണ്ടുള്ളൂ. ഞാൻ ബോയ്സ് സ്കൂൾ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇന്ന് മേപ്പയൂർ പഠിപ്പിക്കുമ്പോൾ മാറ്റമില്ലാത്തത് ബാക്കിയെല്ലാം മാറിയിട്ടുണ്ട് കേട്ടോ. പുസ്തകം മാറി, അല്ലേ, ഇന്റർനാഷണൽ സ്കൂളായി, ഗ്രൗണ്ടായി, ഗംഭീരമായി. പക്ഷെ മാറ്റമില്ലാത്ത ഒന്നേ ഉള്ളൂ. എന്താണെന്നറിയാമോ? എന്റെ സ്കൂളിൽ പ്രിൻസിപ്പൽ അനൗൺസ് ചെയ്യും, അറിയിപ്പ് ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ +2 ക്ലാസ്സിലായിരിക്കും. അപ്പൊ ഞങ്ങൾ എല്ലാവരും അറിയിപ്പ് ശ്രദ്ധിക്കുക, അനൗൺസ്മെന്റ് ക്ലാസ്സിലേക്ക് വരും. നാളെ വെള്ളിയാഴ്ച +2 ക്ലാസ്സിന് അവധിയായിരിക്കും. എന്റെ അമ്മോ, +2 ക്ലാസ്സിൽ ഏതോ മെക്സിക്കൻ ഫുട്ബോൾ ഗ്രൗണ്ടിൽ പോയതുപോലെ അലർച്ചയാ. പിന്നെ ക്ലാസ് എടുക്കാനാവൂല. പിന്നെ ഞങ്ങൾ പുസ്തകം മടക്കും. നാളെ സ്കൂൾ വരണ്ടാന്ന് കേൾക്കുമ്പോ എന്തൊരു സന്തോഷ. +2 മുതിർന്ന കുട്ടികൾക്ക് ഇപ്പുറത്തെ ക്ലാസ് മുറിയുണ്ട്, മരിച്ച വീട് പോലെ. അതേത് ക്ലാസ്സാന്നറിയോ? +1 ക്ലാസ്സിലെ കുട്ടികൾ. അയ്യോ, നാളെ മേപ്പയൂർ സ്കൂൾ വരണ്ടേ. അപ്പൊ ഞങ്ങൾക്കൊരു അപകർഷതാ ബോധം തോന്നുന്നു. അയ്യോ, ഞങ്ങൾ അടിക്കാറില്ല, മക്കളെ എന്നെ വിളിക്കാറുള്ളൂ, കച്ചറ ഉണ്ടാക്കാറില്ല. എങ്കിലും കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്തത് സ്കൂൾ വരില്ല. പണ്ടും ഞാൻ അങ്ങനെ തന്നെ. 8ാം ക്ലാസ് ബോയ്സ് സ്കൂളിൽ പഠിക്കുമ്പോൾ അന്ന് അനൗൺസ്മെന്റ് ഇല്ല കേട്ടോ, മൈക്കൊന്നും ഇല്ല. അന്ന് നോട്ടീസാ. പിയൂണ് വന്നിട്ട് നോട്ടീസ് വായിക്കും, നാളെ 8 ഏക്കാർക്ക് അവധിയായിരിക്കും. എന്റെ അമ്മോ, ഓണവും ബക്രീദും ഒക്കെ ഉള്ളിൽ ഇങ്ങനെ പോകും. നാളെ സ്കൂൾ പോകണം. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത്, കുട്ടികൾക്ക് കുട്ടികളായി തീരുന്നത് ഇത്തരം പരിപാടികളൊക്കെ പങ്കെടുക്കും. ഇന്ന് ആഘോഷത്തിന്റെ ഒരു പകൽപൂരം ഈ വയലിൽ വെച്ച് നടക്കുമ്പോ, ഈ പള്ളിയുടെ സമീപ പ്രദേശത്ത് വെച്ച് നടക്കുമ്പോ, സ്കൂളിന്റെ സാമീപ്യത്തിൽ നടക്കുമ്പോ, ഓർമ്മയിൽ എന്നും പൂമരങ്ങളായിട്ട് ഈ മക്കൾക്ക് ക്ലാസ് മുറിയിൽ നിന്ന് പഠിച്ചു നല്ല ഓർമ്മ ഉണ്ടാവുക. ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചൊന്നല്ല എന്റെ +2 ക്ലാസ് ഓർമ്മ ഉണ്ടാവുക. അവർ ടൂറ് പോയത്, അല്ലേ, അവരാഘോഷിച്ചത്, അതാണ് മരിച്ചാലും മറക്കാത്ത ഓർമ്മകളായിട്ട് ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ആഘോഷങ്ങൾ ഉണ്ടാവട്ടെ. അല്ലെങ്കിൽ ബൈബിളിൽ പറയും, ബൈബിളായാലും ഖുർആനായാലും ഗീതയായാലും ഒന്ന് തന്നെയാണ് കേട്ടോ. ബൈബിളിൽ പറയും, മാൻ കനോട്ട് ലിവ് ബൈ ബ്രെഡ് അലോൺ. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ബ്രെഡ് മാത്രം പോരാ, ബിരിയാണി കൂടി വേണമെന്നല്ല. മാൻ കനോട്ട് ലിവ് ബൈ ബ്രെഡ് അലോൺ. മനുഷ്യന് അന്നം മാത്രം പോരാ, ഭക്ഷണം കഴിച്ച് മാത്രം മനുഷ്യന് ജീവിക്കാനാവൂല. അവന് പാട്ടും നൃത്തവും സൗഹൃദവും യാത്രയും, അല്ലേ, കളികളും ചിരികളും സ്പോർട്സും എല്ലാം കൂടി ഉണ്ടാവുമ്പേ മനുഷ്യനിങ്ങനെ ജീവിക്കാനാവും. അത് മാത്രമല്ല, ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നുണ്ടെന്നറിയാമോ? നിങ്ങളുടെ ഉള്ളില് ഈ പണ്ട് മാമുക്കോയെ മരിക്കുന്നതിന് മുൻപ്, മാമുക്കോയെ അറിവുണ്ട്, എല്ലാവർക്കും സിനിമാ നടൻ അറിയില്ലേ? മാമുക്കോയെ പറഞ്ഞത് എല്ലാ രക്ഷിതാക്കളും മക്കളെ പാട്ടുകാരാക്കണം, മക്കളെ ഡാൻസുകാരാക്കണം, A+ വേണേ, SSLC പരീക്ഷയ്ക്ക് A+ വേണം, +2 മുഴുവൻ മാർക്ക് നേടിക്കോ. പക്ഷേ പാട്ടും നൃത്തവും സംഗീതവും ഡാൻസും, അല്ലേ, നാടകവും ഒക്കെ ഉള്ളിലുണ്ടാവുമ്പോ എന്നാലും നമ്മൾ നല്ല മനുഷ്യരാവും. നോക്കൂ, മാർക്ക് മാത്രം കിട്ടിയിട്ട് ജീവിതത്തിൽ തോറ്റുപോകുന്ന ഒരുപാട് കുട്ടികളെ കണ്ട് പരിചയമുണ്ടിരിക്കും. ഫുൾ മാർക്ക് കിട്ടും, 1200 +2-ന്. പക്ഷെ കഞ്ചാവും സിഗരറ്റും അച്ഛനും അമ്മയ്ക്കും അടങ്ങാത്ത മക്കളായിട്ട് വരുമ്പോ ജീവിതത്തിൽ തോറ്റുപോകുന്ന മക്കളാവും. അതുകൊണ്ട് ജീവിതത്തിൽ തോറ്റുപോകാതിരിക്കാൻ ഉള്ളിൽ സാഹിത്യവും സംഗീതവും, അല്ലേ, നല്ല ദൈവബോധവും, അല്ലേ, പ്രപഞ്ചബോധവും പടച്ചോനെ കുറിച്ചുള്ള ചിന്തയൊക്കെ വേണ്ടേ? എങ്കിലും മാത്രമേ ജീവിതത്തിൽ തോറ്റുപോകാതിരിക്കാൻ. അതിന് മാമുക്കോയെ പറഞ്ഞൊരു ഐഡിയ എന്താ അറിയാമോ? എല്ലാ മക്കളെയും ഡാൻസും പാട്ടൊക്കെ പഠിപ്പിക്കുന്ന എന്തിനാന്ന് വെച്ചാല്, കലയിൽ മാത്രം ഒരു വിഭാഗീയതയില്ല, ഒരു മതവും ഇല്ല. നിങ്ങൾ നോക്കൂ, യേശുദാസിന് എന്ത് മതമുള്ളത്, അല്ലേ? കഴിഞ്ഞ ദിവസം മരിച്ച സക്കീർ ഹുസൈൻ കേട്ടിക്കോ? മുസ്ലിം നാമധാരിയായ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഗ്രാമി അവാർഡ് നേടിയ, പത്മവിഭൂഷൺ നേടി ലോകം ആദരിച്ച, ഭാരതം ആദരിച്ച ഭാരതത്തിന്റെ പുത്രൻ. പേരിൽ സക്കീർ ഹുസൈനാണ്. പക്ഷെ ലോകത്ത് ജനിച്ചത് ഇന്ത്യയിലാ, മരിച്ചത് എവിടെയാണെന്നറിയാമോ? സാൻ ഫ്രാൻസിസ്കോ, അമേരിക്കയിൽ. അടക്കം ചെയ്തത് അവിടെയാണ്. ഒരു മനുഷ്യൻ കലാകാരനായിട്ട് വലുതാകുമ്പോൾ അവന് മതം ഉണ്ടാവൂല, അവന് ജാതി ഉണ്ടാവൂല, അവന് രാഷ്ട്രീയം ഉണ്ടാവൂല, അവന് രാഷ്ട്രം പോലും ഉണ്ടാവൂല. അവൻ മനുഷ്യന്റെ ഹൃദയത്തിലാണ് താമസിക്കുക.
അതിന് മതവും ജാതിയും ഒന്നുമില്ല. അങ്ങനെ മരിച്ചവൻ സക്കീർ ഹുസൈൻ. അങ്ങനെ എത്ര പേരുണ്ട് നോക്കൂ. ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വീണ്ടും മാമുക്കോയിലേക്ക് വരുന്നത്. മാമുക്കോയെ പറഞ്ഞത് കലയിൽ മാത്രമേ വിഭാഗീയത ഇല്ലാതുള്ളൂ, അവിടെ മതവും ജാതിയില്ല. എക്സാമ്പിൾ പറഞ്ഞറിയോ? അതിന് മുമ്പ് എക്സാമ്പിൾ പറഞ്ഞത് എന്താ പറഞ്ഞത്? ഹിന്ദു മതത്തിൽ ജനിച്ച വയലാർ രാമവർമ്മ കവിത എഴുതുന്നു. നോക്കണേ, വയലാർ രാമവർമ്മ കവിത എഴുതുന്നു. അതിന് പാട്ട് പാടുന്ന ആരാന്നറിയാമോ? ക്രിസ്ത്യാനിയായ യേശുദാസ്. ഞാൻ പറഞ്ഞല്ലേ, മാമുക്കോയെ പറഞ്ഞതാ. ക്രിസ്ത്യാനിയായ യേശുദാസ്. അതിന് ചുണ്ടു കൊടുത്ത് അഭിനയിക്കുന്ന ആരാന്നറിയാമോ? മുസ്ലിമായ പ്രേം നസീർ. എന്തൊരു ഐക്യാണ്! എന്നാ പ്രേം നസീർ പറയണ്ടേ ഇത് പാടുന്നത് മുസ്ലിം ആയിരിക്കണം? പറയൂല, കലാകാരന. എന്നാ ക്രിസ്ത്യാനിയായ യേശുദാസ് പറയണം എന്റെ പാട്ട് അഭിനയിക്കേണ്ടത് ക്രിസ്ത്യാനി ആയിരിക്കണം? അല്ല. അപ്പൊ ഇത് സിനിമയില് വയലാർ രാമവർമ്മ എഴുതിയ പാട്ടിന് ക്രിസ്ത്യാനിയായ യേശുദാസ് പാട്ട് പാടുമ്പോ അഭിനയിക്കുന്നത് മുസ്ലിമായ പ്രേം നസീറ. അതുകൊണ്ട് മനുഷ്യനെ കലാകാരനാക്കി മാറ്റുമ്പോ കണ്ടില്ലേ നിങ്ങള്? ചൂരൽമടയിലെ മരിച്ചു വീഴുമ്പോ അവിടെ ഒരു ശവസംസ്കാര ചടങ്ങ് കണ്ടിരുന്നോ മക്കൾ? നിങ്ങൾ കേൾക്കേണ്ട കാര്യം, അവിടെ ചൂരൽമടയിൽ അവസാനം കിട്ടിയത് ശരീരമല്ല കേട്ടോ, കാലിന്റെ കഷ്ണം, കൈയിന്റെ കഷ്ണം, തലയുടെ കഷ്ണം. മതം ജാതിയും അതിനുള്ള എഴുതിപ്പെടുപ്പാൻ ശരീരത്തിന് ആണാണോ പെണ്ണാണോ തിരിച്ചറിയാനുള്ള ലിംഗം പോലും ഇല്ലാത്തൊരവസ്ഥയിൽ ശവശരീരം കിട്ടിയിരുന്നു വയനാടിലെ ചൂരൽമടയിൽ. കുഴിച്ചിട്ടത് എങ്ങനെയാണെന്നറിയാമോ? മുസ്ലിമായിട്ടല്ല. കുഴിച്ചിട്ടത് എങ്ങനെയാണെന്നറിയാമോ? ക്രിസ്ത്യാനിയായിട്ടല്ല. അറിഞ്ഞുകൂടെ ഇത് ആരാണെന്ന്, ഏത് അമ്മയ്ക്ക് ഏത് ഉമ്മയ്ക്ക് ജനിച്ച മകനാണെന്ന് അറിയാതെ കുഴിമാടത്തിലേക്ക് ഒരു കൈ ശരീരഭാഗം അലിഞ്ഞുപോയി, ബാക്കി ഒരു കാല്, ചിലത് ഒരുമിച്ചിട്ടു. അവിടുന്ന് ഭഗവത്ഗീത ചൊല്ലുന്നു, അവിടുന്ന് ഖുർആൻ ഓതുന്നു, അവിടുന്ന് ഗീത മീൻസ് ബൈബിൾ ചൊല്ലുന്നു. മനുഷ്യൻ ഒരർത്ഥത്തിൽ ഒന്നുമല്ലാത്തവൻ ഒരർത്ഥത്തിൽ. നിങ്ങൾ ഈ തലയിൽ വെച്ച് നടക്കുന്ന രാഷ്ട്രീയം ഉണ്ടല്ലോ, ജാതി ഉണ്ടല്ലോ, മതം ഉണ്ടല്ലോ, ഇതൊക്കെ ഇങ്ങനെ മരിച്ചു വീഴുമ്പോ അതിനുള്ള പാടാണ് ദൈവം തന്നത്, പ്രപഞ്ചം തന്നത്. മനുഷ്യന്റെ മനസ്സിൽ ഇരുട്ട് കയറുമ്പോ, മനുഷ്യന്റെ മനസ്സിൽ മതത്തിന്റെ ഇരുട്ട് കയറുമ്പോ, മനുഷ്യന്റെ മനസ്സിൽ ജാതിയുടെ രാഷ്ട്രീയത്തിന്റെ ഇരുട്ട് കയറുമ്പോ പ്രപഞ്ചം കോവിഡ് ഉണ്ടാക്കും, ദൈവം പ്രളയം ഉണ്ടാക്കും, ദൈവം ചൂരൽമട ഉണ്ടാക്കും. ശ്രദ്ധിച്ചോളൂ. അതുകൊണ്ട് ആദ്യം ശുദ്ധീകരിക്കേണ്ടത് നമ്മുടെ ശരീരമല്ല, മനസ്സാണ്. കണ്ടില്ലേ ആ ശവക്കല്ലറേന്റെ മുകളിൽ എഴുതി വെച്ചെന്താണെന്നറിയാമോ? അമ്മദ് എന്നല്ല, ശിവശങ്കരൻ അല്ല. ആ ശവക്കല്ലറയുടെ മുകളിലുള്ള കല്ലുമിൽ എഴുതി വെച്ചത് ABCD. പേരറിഞ്ഞൂടാ ഇതാരാ മരിച്ചതെന്ന്, മതം അറിഞ്ഞൂടാ. അപ്പൊ എഴുതി വെച്ച ആളുകൾക്ക് ABCD അക്കം താഴെ എഴുതി വെച്ചെന്താ അറിയോ? DNA ടെസ്റ്റില് ഒരു നമ്പർ എഴുതി വെച്ചിരിക്കും. ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, മക്കളോ മരുമക്കളോ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്റെ കുടുംബമാണെന്ന് ഭാവി കണ്ടെത്താൻ വേണ്ടി ഞാൻ പറഞ്ഞത് ആ ഉയരത്തിലേക്ക് ഉയരണം എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. ഈ മക്കളെ കാണുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കേണ്ടത്, ഇവിടെ ഡാൻസ് ചെയ്യുമ്പോൾ 5000-6000 കിലോമീറ്ററുകൾക്കപ്പുറത്ത് ഇതേ ഉമ്മമാരുടെ മക്കൾ, അമ്മമാരുടെ മക്കൾ, ചെറിയ മക്കൾ ഒരു പക്ഷേ ഉമ്മയുടെ നാഭിയിൽ വയറിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആകാശത്തിലൂടെ എരമ്പിപ്പായുന്ന യുദ്ധവിമാനത്തിന്റെ ശബ്ദത്തിൽ പേടിച്ചരണ്ട മുഖമായിട്ട് ഇരിക്കുന്നുണ്ടാവാം ഗാസയിൽ. ഇന്ന് ഇവിടെ അതാണ് നമ്മുടെ വലിപ്പം കേട്ടോ. നമ്മൾ വലുതാകേണ്ടത്, മനുഷ്യനാ വലുതാവേണ്ടത്. ഇവിടെ കുട്ടികൾ ആഹ്ലാദിക്കുമ്പോൾ ഒരുപക്ഷെ അവിടെ കരയുന്നുണ്ടാവാം കാലില്ലാതെ. ഗാസയിലെ ബോംബാക്രമണത്തിൽ ഇല്ലേ സ്കൂളുകൾ തകർന്നുപോയി. നോക്കണം, മനുഷ്യൻ അന്യന്റെ ദുഃഖം നമ്മുടെ ദുഃഖമായി തീരുന്നത് എങ്ങനെയാണെന്നറിയാമോ? അത് വായിച്ചിട്ട് മാതൃഭൂമി വായിക്കുമ്പോ എന്റെ കണ്ണീരുണ്ടാവുന്നത് എന്റെ മോനെ ഓലോചിച്ചിട്ടാണ്. എന്റെ ഭാര്യയ്ക്ക്, എന്റെ മകൾക്ക്, എന്റെ മകന് പിറന്ന എന്റെ മകൻ ഇല്ലേ, അങ്ങനെ കാലുപോലെ എങ്ങനെ ഉണ്ടാവും നോക്കൂ. അതുകൊണ്ട് ഇവിടെ ചെയ്യുന്ന ഓരോ പരിപാടിയും ഒരർത്ഥത്തിൽ ഗാസയിൽ അല്ലെങ്കിൽ യുദ്ധഭീതിയിൽ അരണ്ടുപോയ മക്കൾക്ക്, അല്ലെ, കാലും കൈയും നഷ്ടപ്പെട്ട മക്കൾക്ക്, ചോറ്റുപാത്രമില്ലാത്ത മക്കൾക്ക്, ബാഗില്ലാത്ത മക്കൾക്ക്, പുസ്തകങ്ങൾ ബോംബാക്രമണത്തിൽ ചിതറിപ്പോയ മക്കൾക്ക്, ഉമ്മയും ഉപ്പയെയും നഷ്ടപ്പെട്ട മക്കൾക്ക് ഉള്ള ഒരു അർച്ചന കൂടിയാണ്, അവരോടുള്ള ഐക്യദാർഢ്യം കൂടിയായിരിക്കട്ടെ ഈ പരിപാടി എന്നുകൂടി മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇതിനുശേഷം നമുക്ക് 1-2 മാജിക് ചെയ്യാം. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ എന്റെ കൂടെ മാജിക് ചെയ്യാൻ ആർക്കും താല്പര്യമുണ്ടോ മക്കൾക്ക്? ആരാ ഓടി വരും സ്റ്റേജിലേക്ക്? 3 ആൾ ഓടി വാ. ഞാൻ ഇപ്പൊ ഒരു മാജിക് കാണിച്ചു. 3 ആൾ എന്ത് നല്ല മക്കളാ. അല്ല, സാധാരണ കുട്ടികൾ സ്റ്റേജിലേക്ക് വിളിച്ച് ഓടി വരുമല്ലോ കേട്ടോ. അപ്പൊ ഇവിടുത്തെ നല്ല പ്രതീക്ഷ ഉണ്ട് സർ.
സ്കൂളിന്റെ പവറാണ്, ടീച്ചേഴ്സിന്റെ പവർ, രക്ഷിതാക്കളുടെ പവർ അല്ലേ? അപ്പൊ എന്താ ഒക്കെ നല്ല മോന്റെ പേരെന്താ? അപ്പൊ ഉയരം നോക്കി നിന്നേതാ, ഉയരം നോക്കി ആരാ? അപ്പൊ നോക്കിക്കേ, രസമുള്ള വലിയ കളർഫുൾ മാജിക് അതിനുശേഷം കാണിക്കും കേട്ടോ. ഒരു 3 കയറ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിൽ ഏറ്റവും നീളം കൂടിയ ആള് വലത് കൈ നീട്ടിക്കേ, വലത് കൈ നീട്ടിക്കേ, ഇങ്ങനെ പിടിച്ച്, ഇവിടെ പിടിച്ചേ, ഇവിടെ പിടിച്ച്, ഞാൻ പിടിക്കുന്നിട്ട് ഇങ്ങനെ പിടിച്ചോ. വലിയ ആളാട്ടോ. ഇതാ അതിനേക്കാൾ കുറച്ചുകൂടി ചെറിയ ആള് ഇതാ ഇങ്ങനെ പിടിച്ച്. അയ്യോ, കുറച്ചുകൂടി നീളം കുറവ് വ്യവയാക്കണോ? ഏകദേശം സമാണ് ഇല്ലേ? പിടിച്ചോ, ഉയർത്തി പിടിച്ചു കേട്ടോ. അപ്പൊ ഇത് എന്താണെന്നറിയാമോ? അയ്യോ, ഞങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ മതം. അയ്യോ, വലിയ ആള്, വലിയ പണക്കാരൻ, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി, വലിയ ആൾക്കാർ കണ്ടോ, രാഷ്ട്രീയ പാർട്ടി ഞങ്ങളാ വലുത്, ഞങ്ങളാണ് ഏറ്റവും വലിയ ജാതി, വലിയതെന്തും വലിയ സ്വത്തുള്ള ആള്. പിടിച്ചോ മോനെ. ഇതാ ഇയാൾക്ക് 2 BMW കാറേ ഉള്ളൂ. ഇയാള് ലുലു മാളിന്റെ മുതലാളിയാണ്, ഇയാൾ അദാനിയാണ് കേട്ടോ, വലിയ അദാനിയാണ്. പക്ഷെ ഇയാൾ കുറച്ചുകൂടി പൈസക്കാരൻ കുറവാണ്. ഇതാ പിടിച്ചോ, ഇയാൾ ന്യൂനപക്ഷം അതാണ്, അല്ലെങ്കിൽ ഇയാൾ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടിയുടെ ഇന്ത്യയില്. നോക്കൂ, ഇതാ പിടിച്ചോ. ഇയാളാണ് പാവം കണ്ടോ, ഒരു കാറും ഇല്ല, വീടില്ല കണ്ടോ. പാവ ആളാണ് കേട്ടോ. ഇങ്ങനെ മനുഷ്യനെ വേർതിരിച്ചതാ. ഇതൊക്കെ മനുഷ്യന്മാരാ കേട്ടോ. വലിയ ആള്, ചെറിയ ആള്. പക്ഷെ ദൈവത്തിന് മുൻപിൽ അങ്ങനെ ഉണ്ടോ? പ്രപഞ്ചത്തിന് മുൻപിൽ അങ്ങനെ ഉണ്ടോ? കോവിഡ് വരുമ്പോ അദാനിക്കൊന്നും പറ്റാതിരിക്കോ? പണക്കാർക്ക് മാത്രം കിഡ്നി പോകാതിരിക്കോ? ഉണ്ടോ? ഇല്ല. ഈ ലോകത്ത് നോക്കൂ, വലിയവനും ചെറിയവനും ഇല്ല കേട്ടോ. വലിയ മതവും ചെറിയ മതമൊന്നും ഇല്ല. മനുഷ്യരാണ് വലുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെറിയവനും കൊണ്ട് പിടിച്ചു കണ്ടോ. അതിനേക്കാൾ ചെറിയവനും കൊണ്ട് പിടിച്ചു, ഏറ്റവും വലിയവനും കൊണ്ട് പിടിച്ചിട്ട് ഇവിടെ വെച്ചു, ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് ഇങ്ങനെ പിടിച്ചപ്പോ കൈകൊണ്ട് ആക്ഷൻ കൊടുക്കുകയാണ്. കൈകൊണ്ട് ഇങ്ങനെ ആക്ഷൻ കൊടുത്ത 3 ആളും ഇങ്ങനെ ആക്ഷൻ മേച്ചിട്ടാണ്. കയ്യടി പോരാ, കൈയടിച്ച് 1, 2 and 3. നോക്കൂ, ഇവരുടെ മേജിക് കേട്ടോ. ഇപ്പൊ വ്യത്യാസമുണ്ടോ? കണ്ടോ? വലിയ മതവുമില്ല, ചെറിയ മതവുമില്ല, മനുഷ്യനാ വലുത് കേട്ടോ. ഇതാ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയില്ല, പ്രതിപക്ഷ പാർട്ടിയില്ല, എല്ലാവരും തുല്യരായി ദൈവത്തിന് മുൻപിൽ. നോക്കൂ, ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്കുള്ള ആള് പിടിച്ച് ഒന്നുമില്ല, എല്ലാവരും തുല്യരാണ്. മൂ പിടിച്ച് കണ്ടോ. ഇപ്പൊ വ്യത്യാസമുണ്ടോ? ഇപ്പൊ വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസമില്ല. അപ്പൊ വ്യത്യാസമില്ലാത്ത 3 ആളുകൾ മനുഷ്യരാണ് കേട്ടോ. നമ്മൾ മനുഷ്യരാണ് വലുത് കേട്ടോ. അതിനുശേഷം മതവും ജാതിയൊക്കെ വരുന്നുള്ളൂ. ഇയാൾ ഇങ്ങോട്ട് പിടിച്ചു. മനസ്സിലാക്കാൻ മോനാണ് ഇത്. ഇയാൾ ഒരു വൃത്താക്കി മാറ്റി, ഇങ്ങനെ വലുത് കണ്ടുപിടിച്ച് ആഹാ ചങ്ങലയില് കണ്ണിയാക്കി മാറ്റി കേട്ടോ. കണ്ടോ, നമ്മൾ ഒരുമിച്ച് ചേരുമ്പോ മതവും ജാതിയും നോക്കാതെ നമ്മൾ ഒരുമിച്ച് ചേരുമ്പോ ഓൻ പിടിച്ചേ, ആഹാ ഇങ്ങനെ പിടിച്ചേ. അടുത്ത ആള് കണ്ടോ, യെസ്. ഇത് മോനെ പിടിച്ചേ, ഇങ്ങനെ പിടിച്ചേ മോനെ, ഇങ്ങനെ പിടിക്കണേ. കണ്ടോ, 3 ആളും ഇപ്പൊ തുല്യരാണ്, 3 വൃത്തങ്ങളായി മാറി. കണ്ടോ, ഇനി എന്റെ സന്ദേശം എന്താണെന്നറിയാമോ? നമ്പർ 1 കണ്ടോ, നമ്പർ 2 and നമ്പർ 3. യെസ്, നമ്മൾ ഒരുമിച്ച് കൈകോർത്ത് പിടിക്കുമ്പോ ഒന്ന് കൈകോർത്ത് പിടിച്ചേ, കൈകോർത്ത് പിടിച്ചേ, കൈകോർത്ത് പിടിച്ച് പൊന്തിച്ചു വെച്ചേ, പൊന്തിച്ചു വെച്ചേ. ആഹാ കണ്ടോ, മുസൽമാനും ക്രിസ്ത്യാനിയും ഹിന്ദു എല്ലാവരും ഉണ്ട് ഇതില്. ഓക്കെ, നിങ്ങൾ പേര് നോക്കണ്ട കേട്ടോ. നമ്മൾ കൈകോർത്ത് പിടിക്കുമ്പോ ഏത് പ്രളയം വന്നാലും, ഏത് കോവിഡ് വന്നാലും, ഏത് ദുരന്തം വന്നാലും മനുഷ്യൻ ഒന്നാണ്. 1, 2 and 3. കണ്ടോ, ഇങ്ങനെ ചങ്ങലകളായി മാറട്ടെ. മനസ്സിലായോ? ഇങ്ങനെ മനുഷ്യൻ ചങ്ങലകളായി മാറുമ്പോ നമ്മളെ കരുത്ത് കൂടും. അത് മതവും ജാതിയും സൃഷ്ടിക്കുന്ന കരുത്തല്ല, മനുഷ്യൻ എന്ന് പറയുന്ന കരുത്ത. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഈ മാജിക് ഇഷ്ടമായോ? ഓക്കെ, ഇനി നമുക്ക് ശേഷം കാണിക്കാം.